നീ ബിഗ് ബോസ് പോയി എങ്ങനെ ഇരിക്കും? അതെനിക്കറിയാം. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന അറിയാലോ അതിനകത്ത് എങ്ങനെ കളിക്കുന്നു? ഗെയിം കളിക്കുന്നു? എനിക്ക് ഞാനായിട്ട് നിന്ന് കളിക്കും. ആണോ? വഴക്കുണ്ടാക്കും. വഴക്കുണ്ട്, വെറുതെ കണ്ടന്റ് കൊടുക്കാൻ നോക്കും മാക്സിമം. കണ്ടന്റ് ആണ് വഴക്ക്. വഴക്ക് അങ്ങനെ ചുമ്മാ കയറി ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ആളെ പോയി ചൊറിയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. നല്ലത് കണ്ടാ നല്ലത് പറയും, ചീത്ത കണ്ടാ ചീത്ത പറയും. 2025 7ാം സീസണിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ലവ് ട്രാക്ക് അനുവിന്റെ കൂടെ ഒരാളിവിടെ വരികയാണ്, ലവ് ട്രാക്കിലേക്ക് വരികയാണ്, അത് അക്സെപ്റ്റ് ചെയ്യുമോ? ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലാ അതിന്റെ ഭാഗമായിട്ട് വന്നൊരു സംഭവമാണെങ്കിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അല്ല, അവിടെ നമുക്കൊരു ആശ്വാസത്തിന് ഒരാൾ വരികയാണെങ്കിൽ അങ്ങനെയല്ല, പെട്ടെന്ന് ഒരാളെ കണ്ടുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. ഒരു ആശ്വാസം അതല്ല ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായില്ലേ? കണ്ടന്റ് പറഞ്ഞു, സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഒരാൾ ആശ്വാസത്തിന് ഒരാൾ അവിടെ വരികയാണ്. എന്നെ ഇപ്പം എല്ലാരും കൂടെ ഷൗട്ട് ചെയ്ത് എന്നെ മൊത്തത്തിൽ ഫൈറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരാൾ വരെയാണ്. അയാളുടെ അടുത്ത് പ്രേമം തോന്നത്തില്ല, ഒരു ഫ്രണ്ട്. അതാദ്യം, പിന്നെ പോകെ പിന്നെ പോകുന്ന പറഞ്ഞാൽ എനിക്ക് ഇവന്റെ പഴയ പാസ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ. ബിഗ് ബോസ് ഇപ്പൊ ഇതിനേക്കാളും അപ്പുറമായിട്ട് പ്രതികരിക്കും. ഇവൻ ഇപ്പൊ ഈ വരുന്ന പയ്യൻ ഈ പറയുന്ന ക്യാമറ ഒക്കെ ഉണ്ടെന്ന് പുള്ളിക്ക് അറിയാം, എനിക്കും അറിയാം. പുള്ളി അഭിനയിച്ച് നിൽക്കുകയാണെന്ന് നമുക്ക് അഭിനയാണ്. അപ്പൊ ഞാൻ എന്തിനാ അയാളെ സ്നേഹിക്കണം? സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത് ഫിറോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇന്നലെ ഇട്ടു. പുള്ളി അതിനകത്ത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നല്ലോ. പുള്ളി ഉണ്ടായ സമയത്ത് അതായിരിക്കും. എങ്കിലും അടുത്ത വർഷം അടുത്ത വർഷം അനു അതിനകത്ത് പോകണം. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു സീസണിൽ പോവാൻ ഏതെങ്കിലും അല്ല, അടുത്ത വർഷം അനു പോയിട്ട് അനുവിന് അവിടെ വെച്ച് ലവ് ട്രാക്ക് ഉണ്ടാവണം ഞാൻ പ്രാർത്ഥിക്കുക. അനുവിന്റെ ലവ് എനിക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, അതേം പറയത്തില്ല. പക്ഷേ എനിക്ക് അങ്ങനെ നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുക, നമ്മൾ പെട്ടെന്ന് ഒരാളെ കണ്ട ഉടനെ ഇഷ്ടപ്പെടുക, അയാളെ നമുക്ക് കല്യാണം കഴിക്കാൻ നോക്കുക, അത് എന്നെ കൊണ്ട് പറ്റില്ല. ബാക്കിയുള്ളവർക്ക് അങ്ങനെ പറ്റുന്ന പെൺകുട്ടികളുണ്ട്, ഞാൻ കുറ്റം പറയാനല്ല. പക്ഷെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വർഷമെങ്കിലും പഠിക്കണം, ഒന്നല്ലെങ്കിൽ 2 വർഷമെങ്കിലും പഠിച്ച് അയാളെ മനസ്സിൽ. നമ്മളിപ്പം നമുക്ക് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടെടുത്ത് കളയാനുള്ള സാധനമല്ല ഈ ഒരു നമ്മളെ പാർട്ട്ണർ എന്ന് പറയുന്നത്. ലോകത്ത് അങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനെ. അതുകൊണ്ടാണ് എനിക്ക് പേടി. നമ്മൾ അമ്മയും അച്ഛനും ജീവിച്ച ആ ഒരു കാലമല്ല ഇപ്പൊ. ഒരു 10 വർഷം മുന്നേ വരെ എന്റെ ചേച്ചിയും ചേട്ടനൊക്കെ അടിപൊളിയാ. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും പോലെയാണ്, സേഫാണ്. അവള് സേഫായി. ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന പറയുമ്പോൾ പണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ ഒരു പയ്യനെ ഇഷ്ടത്തിലായിരുന്നു. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ തേർഡ് ഇയർ ആയപ്പോൾ ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബിസി ആയപ്പോൾ ഞാൻ ലൈനേ വേണ്ട, ഈ ഒരു ഫീൽഡിൽ വന്നല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ തേച്ചല്ല പറഞ്ഞു, രണ്ടുപേരും കൂടെ പറഞ്ഞു. അവനും താല്പര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ടടാ, ഞാനൊരു എനിക്ക് ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഞാൻ കുറച്ച് കാശ് സേവ് ചെയ്തിട്ട് അമ്മയും അച്ഛനെ നോക്കണം, അങ്ങനെ ഉണ്ടായിരുന്നു. തേർഡ് ഇയറിൽ പഠിക്കുമ്പോൾ 12 വർഷമായി. ഇപ്പൊ 12 ഇല്ല, അയ്യോ ഇല്ല. എന്നെ വിളിക്കും, സംസാരിക്കും. പുള്ളി ബിസിനസ് ആയിട്ട് പോകുന്നു, വണ്ടിയുടെ ബിസിനസ് ഉണ്ട്. പ്രതീക്ഷിക്കാമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. പുള്ളിയുടെ കല്യാണം അവൻ പറഞ്ഞു, എടി നിന്റെ ഫാമിലി നല്ല പെൺകുട്ടികളെല്ലാം ഉണ്ടോ എന്നൊക്കെ എന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ ഉണ്ട്, പക്ഷെ തീരെ കുഞ്ഞു പിള്ളേരാണെന്ന് പറഞ്ഞു. അങ്ങനെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ നമുക്ക് ഒരാളത്തെ ഒരു ഇഷ്ടം തോന്നണമെങ്കിൽ എൻ്റെ ഒരു സ്വഭാവം വെച്ചാണെങ്കിൽ എനിക്കത് പെട്ടെന്ന് പറ്റത്തില്ല. എനിക്കത് നന്നായി പഠിക്കണം. നമ്മളിങ്ങനെ ആലോചിക്കണം, ഇയാൾ എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, പിന്നെ അയാളുടെ സ്വഭാവവും എൻ്റെ സ്വഭാവവും ഒരുപോലെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഒരുപോലെ നോക്കുന്നില്ല, എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ. എനിക്ക് പുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ്മെന്റ് ഇതാണല്ലോ ലൈഫിൽ വേണ്ടത്. അതാണ് മെയിൻ വേണ്ടത്. പിന്നെ എന്നെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം, സ്നേഹിക്കുന്ന ആളായിരിക്കണേ. പിന്നെ എൻ്റെ അവൻ്റെ അച്ഛനമ്മയും കാണുന്ന പോലെ ആയിരിക്കണം എൻ്റെ അച്ഛനമ്മയും കാണേണ്ടത്. പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഞാനിപ്പം ഞാൻ കുറച്ച് മെച്ചൂർഡായിട്ട് സംസാരിക്കണമെങ്കിലും ശരിക്കും എൻ്റെ വീട്ടിലത് ഞാൻ കുഞ്ഞു പിള്ളയാണ് കേട്ടോ. അപ്പം ഏറ്റവും ഉള്ളത് ഞാനായതുകൊണ്ട് ആണ്. അപ്പോൾ എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്താലും എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരണം, അങ്ങനെ ചെയ്യരുത്, എടാ ഇതിങ്ങനെയാണ്, നീ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയി. ചില ആൾക്കാരാണെങ്കിൽ ഞാൻ കാണുന്നതാണ് കേട്ടോ, നീ കുറ്റപ്പെടുത്തും, ചെയ്യുന്ന കുറ്റത്തിന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല, അതിനെ 100 ഇരട്ടി വഴക്ക് പറഞ്ഞ് അതിനെ പ്രഷർ കയറ്റി മൊത്തത്തിൽ അതിനെ ഡൗൺ ആക്കി കളയും. കുറച്ചും കൂടെ നമുക്ക് പിന്നെ കരച്ചിലാവും, അവക്ക് പിന്നെ രണ്ടും കൂടെ വാക്ക് തീർക്കാം, പ്രശ്നവും, ഇതൊക്കെയാണ് പിന്നെ ഡിവോഴ്സിൽ കൊണ്ടെത്തിക്കുന്നത്. എനിക്ക് വേണം എന്നെ ഒരു എന്താ പറയണ്ടേ, ഭയങ്കര മെച്ചൂറുള്ള ആളായിരിക്കണം എന്നെക്കാളും. മനസ്സിലായില്ലേ? തമാശയും കാര്യങ്ങളൊക്കെ വേണം. എന്ത് തെറ്റ് ചെയ്താലും ഇപ്പൊ പറയാം, ഇപ്പൊ ഒരു പബ്ലിക്കിന്റെ മുന്നിൽ ഇരുന്ന് ഞാൻ എന്തെങ്കിലും ഒരു സംഭവം പെട്ടെന്ന് എടുത്ത് പറഞ്ഞു, അപ്പം പെട്ടെന്ന് മാറി എപ്പോഴെങ്കിലും ആ ഒരു പ്രോഗ്രാം, ആ ഒരു സംഭവം, ആ ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ടോ പറയണം, ഇനി നീ അത് അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ,
എന്താ അത് മോശമല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്? ആണോ? അയ്യോ അതെന്താ അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ അത്രയും പേടിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും? അങ്ങനെ പറഞ്ഞു തരണം. ഇതൊരു അവിടെ വെച്ച് നീ ഇപ്പം എന്താ ചിലർ നീ ഒന്നാണ് ഒരു കാര്യം പറയണ്ട് എന്ന് നീ ഇപ്പം എന്താ അവിടെ വിളിച്ചു അങ്ങനെ പറയാൻ പോയത്? മോശമല്ലേ ഇതൊക്കെ? അപ്പൊ നമ്മളവിടെ ഡൗൺ ആവും. പിന്നെ നമ്മൾ അത്രയും സമയം സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം ചോദിക്കും എന്തിങ്ങനെ നീ എന്തിനു വിളിച്ചോണ്ട് പോയാൽ അവിടെ പ്രശ്നങ്ങളൊക്കെ ആവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. സംസാരം ആക്ടിങ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അത് എല്ലാ നാട്ടും പ്രദേശങ്ങളിലുള്ള വീടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ. അങ്ങനെ ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും അതാ പറഞ്ഞ അത്ര മെച്ചൂറുള്ള ഒരാളായിരിക്കണം. മനസ്സിലായി? കാര്യബോധമുള്ള ആളായിരിക്കും. അനുവിനെക്കാട്ടിലും മെച്ചൂരിറ്റി എന്ന് പറയുമ്പോൾ നല്ല മെച്ചൂരിറ്റി വേണം. മെച്ചൂരിറ്റി നല്ലപോലെ വേണം. അങ്ങനെ ഇനി എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കൂല എന്നല്ല, എനിക്കൊരു എന്തായാലും ഒരു ഇണ വേണം. ഇണ മീൻസ് ഒരു പാർട്ട്ണർ വേണം, എനിക്കൊരു ഹസ്ബൻഡ് വേണം, കുട്ടികൾ വേണം, എനിക്കൊരു തലമുറ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളെ. ഇപ്പം എൻ്റെ ചേച്ചിക്കൊരു മോനുണ്ട്. അപ്പം അവൻ ഇനി വലുതായി വരുമ്പോൾ അവനെ കല്യാണം കഴിപ്പിക്കാൻ എന്നൊക്കെ എൻ്റെ ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ എനിക്ക് ഈ ഒരു ഫീൽഡ് നിൽക്കുകയും വേണം, കല്യാണം കഴിക്കണം, ഫാമിലി വേണം, എനിക്ക് 2-3 മക്കൾ വേണം, അവരെ പഠിപ്പിക്കണം. ഇപ്പം മോളാണെങ്കിലും മോനാണെങ്കിലും അവരെ കല്യാണം കഴിപ്പിച്ച് വിടണം. അപ്പം പറയണം അനു ആർട്ടിസ്റ്റ് അനുവിൻ്റെ അമ്മയാണ്, അനു എൻ്റെ അമ്മയാണ്, പണ്ട് അഭിനയിച്ചിരുന്നത്, അങ്ങനെയൊക്കെ പറയണം. മനസ്സിലായി. അതായത് അനുവിന് അഭിനയം വേണം, ഭർത്താവ് വേണം, കുഞ്ഞുങ്ങൾ വേണം. ഇതെല്ലാം ഫീൽഡ് നിർത്താൻ ഉദ്ദേശിച്ചില്ല. എനിക്കൊരു എൻ്റെ ഒരു ഭാഗ്യമാണ് ഈ ഒരു ഫീൽഡ്. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അല്ലേ ചേട്ടാ? ഒത്തിരി പേര് ഈ ഒരു ഫീൽഡ് കയറാൻ വേണ്ടി ഒരുപാട് കഴിവുള്ള നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഇഷ്ടം. പിന്നെ റീൽസ് ഒക്കെ കാണുന്നില്ലേ? എന്തോ ടാലന്റ് ആയിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ അവർക്കൊക്കെ ഒരു അവസരം കിട്ടണേന്നാണ്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഭയങ്കര വലിയ ഭാഗ്യമാണ് അല്ലേ? ഈ ഒരു ഇനാഗുറേഷൻ ആണെങ്കിൽ ഇപ്പൊ ചേട്ടൻ വന്നതിന് ചേട്ടൻ പറഞ്ഞില്ലേ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി കുറെ, അതൊക്കെ എന്റെ ഭയങ്കര ഭാഗ്യമാണ്. അങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ ഈശ്വര. അപ്പം അതുപോലെ ആ ഒരു ഭാഗ്യം ഞാൻ ഒരിക്കലും കളയത്തില്ല. പിന്നെ അതുപോലെ അനു ഇന്നത്തെ സ്റ്റേജിൽ വെച്ചിട്ട് പറഞ്ഞു കിട്ടുന്ന പൈസ മൊത്തം സ്വർണം മേടിച്ചു വെക്കുകയാണെന്നുള്ളത് അച്ഛനെ അന്നോട്ടേ പറയുന്നുണ്ട്. നമ്മൾ അമ്മയും ഞാനും പണ്ട് മുതലേ ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിച്ചില്ല എന്ന് അവരിപ്പോഴും പറയാറുണ്ട്. ജനിച്ചപ്പോൾ മുതൽ ബുദ്ധിമുട്ടിക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പോ എന്താന്ന് പറഞ്ഞാല് പഠിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പം ചേച്ചി ട്യൂഷൻ എടുക്കുമായിരുന്നു, ഞാൻ ട്യൂഷൻ എടുക്കുന്നു. ഞാൻ ഈ കുഞ്ഞു മക്കളെ ട്യൂഷൻ എടുക്കും, ചേച്ചി വലിയ കുട്ടികളെ. ആ സമയം മുതലേ 100, 200, 50ഒക്കെയാണ് നമുക്ക് ഫീസ് മാസം കിട്ടുന്നത്. അപ്പം ഞങ്ങൾക്കിപ്പം എന്തെങ്കിലും ബാഗോ എന്തെങ്കിലും ഡ്രസ്സോ ഈ പറയുന്ന കമ്മലോ ഐലൈനറോ പൊട്ടോ ഒക്കെ മേടിക്കുമ്പോൾ ഈ പൈസ കൂട്ടി വെക്കുമായിരുന്നു. പിന്നെ നമുക്ക് കൊടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൊണ്ടിട്ടാണ് നിങ്ങൾ കാശ് സേവ് ചെയ്തിരിക്കുന്നത്. അന്ന് മുതലേ ഞങ്ങൾ കാശ് സേവ് ചെയ്യാൻ തുടങ്ങിയതാണ് ഞാൻ എൻ്റെ ചേച്ചി. അപ്പോൾ എനിക്കറിയാം കാശിൻ്റെ വില എന്താണെന്നും. നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് എന്തും മേടിക്കാം നമ്മുടെ ലൈഫിൽ. നമ്മൾ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? കാശിന് വേണ്ടിയിട്ടല്ലേ. കാശില്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിവും കുറെ പഠിച്ചു വെച്ചിട്ട് നമുക്ക് ഒരു കാര്യമില്ല. ജോലി എന്തെങ്കിലും വേണം. അപ്പൊ കയ്യിൽ കാശ് നമുക്ക് വേണം. അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് കാശുണ്ടെങ്കിൽ നമുക്ക് എന്തും മേടിക്കാം, എന്തും ഇഷ്ടമുള്ള ഫുഡ് വേണമെങ്കിലും മേടിച്ച് കഴിക്കാം. നമ്മുടെ കാശ് നമുക്ക് കടം ചോദിക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് അപ്പോൾ എനിക്കത് നിന്ന് പഠിച്ചു. പിന്നെ ഞാൻ +2 കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. അപ്പോഴും ഞാൻ ആ സമയത്തൊക്കെ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കുക. എനിക്ക് ഈ ഞാൻ സാൻസ്ക്രിറ്റ് എടുത്ത് പഠിച്ചത്. അപ്പോൾ എൻ്റെ മാമൻ പറഞ്ഞത്, മാമൻ സാറാട്ടോ, നല്ല സ്കോപ്പാണ്, ഇതെടുത്ത് പഠിച്ചത്, പെട്ടെന്ന് ഏതെങ്കിലും സ്കൂളിൽ കയറാമെന്ന് പറഞ്ഞു. പഠിച്ചിറങ്ങിയാൽ മതി അപ്പം കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്ലാൻ. ഈ ഇതിലോട്ട് ടീച്ചറൊക്കെ ആയിരുന്നു ഒന്ന്. പക്ഷേ ഈ ഒരു ഫീൽഡ് വരുന്ന അറിയത്തില്ലായിരുന്നു. അപ്പോഴും കാശ് സേവ് ചെയ്യുക. ഈ ഒരു ഫീൽഡ് വന്ന സമയത്ത് കയ്യിൽ കിട്ടുന്നത് 1000 രൂപയാണ്. അന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് സമയം അഭിനയിച്ചപ്പോൾ എനിക്ക് 1000 രൂപ കിട്ടി. പിന്നെ 1500 കിട്ടി. പിന്നെ 2000, 3000. പിന്നെ 0ന്റെ എണ്ണം കൂടിക്കൊണ്ട് വന്നു. പിന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് ദൈവം തന്നൊരു കഴിവാണ് ഈ അഭിനയിക്കാൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഇത്. അപ്പൊ എന്തായാലും അത് കളയാൻ പാടില്ല. നമ്മൾ അഭിനയിക്കുക. നമ്മൾ മാക്സിമം ഈ പറയുന്ന പോലെ നിൽക്കുന്ന സമയത്ത് കാശുണ്ടാക്കിയിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ടൊന്നുമില്ല. ഇല്ല ആവശ്യഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കുക.